നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ തന്നെയാണ്. 23-കാരിയായ ജാസ്മിന്റെ ജീവിതം ബിഗ് ബോസിൽ കയറിയതോടെ മാറിമറിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജാസ്മിൻ ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. എന്നാൽ ആദ്യത്തെ 2 ദിവസം നല്ല രീതിയിലായിരുന്നു ജാസ്മിന്റെ പ്രകടനം. എന്നാൽ 3-ാമത്തെ ദിവസം മുതൽ ജാസ്മിൻ ഗബ്രി എന്ന സഹ മത്സരാർത്ഥിക്കൊപ്പം ചേർന്ന് പൊതുവെ ബിഗ് ബോസിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും സ്വീകരിക്കാറുള്ള ലവ് സ്ട്രാറ്റജി കളിച്ചു തുടങ്ങി. 2 ദിവസം കൊണ്ട് ആദ്യമായി കാണുന്ന വ്യക്തിയുമായി പിരിയാൻ പറ്റാത്ത തരത്തിൽ ബോണ്ടിംഗ് ഉണ്ടായി എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. കാരണം വിശ്വാസയോഗ്യമല്ലാത്ത കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് പിന്തുണയ്ക്കുന്നവരെക്കാൾ കുറ്റപ്പെടുത്തുന്നവരായി ജാസ്മിനേറെ. ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസറെ സ്നേഹിച്ചിരുന്നവർ പോലും താരത്തെ വേർത്തു തുടങ്ങി. ഹൗസിലേക്ക് കയറും മുമ്പ് വലിയ ആർഭാടമൊന്നുമില്ലാതെ അഫ്സൽ അമീർ എന്ന സുഹൃത്തുമായി ജാസ്മിന്റെ വിവാഹം നിശ്ചയം നടത്തിയിരുന്നു. ഗബ്രിയുമായ ജാസ്മിന്റെ സൗഹൃദം പരിധി വിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ സഹമത്സരാർത്ഥികൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇരുവരോടും ചോദിച്ചു. അപ്പോഴാണ് താൻ കമ്മിറ്റഡ് ആണെന്ന് ഉച്ചത്തിൽ ജാസ്മിൻ വിളിച്ചു പറഞ്ഞത്. ശേഷം ശരണ്യ ആനന്ദ് ചോദിച്ചപ്പോൾ ഹൗസിന് പുറത്തുള്ള റിലേഷൻ ഉറപ്പില്ലെന്ന തരത്തിലാണ് ജാസ്മിൻ സംസാരിച്ചത്. ഗബ്രി പുറത്താകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇരുവരും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഒരിക്കൽ തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന തരത്തിൽ ജാസ്മിൻ സംസാരിച്ചിരുന്നു. എന്നാൽ ജാസ്മിനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ തനിക്ക് സാധിക്കുന്നില്ല എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി. ഗബ്രിയോട് ജാസ്മിൻ പ്രണയാഭ്യർത്ഥന കൂടി നടത്തിയതോടെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറി. അത് പക്ഷേ ഇതുവരെയും ജാസ്മിൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഫാമിലി വീക്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ ഹൗസിലേക്ക് വന്നപ്പോഴും മാലയും ഒരു ടെഡി ബെയറും സമ്മാനമായി നൽകിയപ്പോഴും അഫ്സൽ പുറത്ത് ജാസ്മിനെ കാത്തിരിപ്പുണ്ടെന്ന തരത്തിലാണ് സംസാരിച്ചത്. കൂടാതെ ഗബ്രിയുടെ ഓർമ്മകൾക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം തന്റെ വിവാഹത്തെക്കുറിച്ച് സിജോയോട് ജാസ്മിൻ സംസാരിക്കുന്ന വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ വർഷം വിവാഹമുണ്ടാകുമോ എന്ന് സിജോ ചോദിച്ചപ്പോൾ, ഞാൻ ഇവിടേക്ക് വരാൻ നേരത്ത് പുറത്തിറങ്ങിയാൽ കല്യാണം എന്ന രീതിയിലാണ് നിന്നത്. എൻ്റെ വീട്ടുകാർ വന്നപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വിത്തിൻ 1 ഇയർ കൊച്ചും സീൻ എന്നാണ് ജാസ്മിൻ സിജോയ്ക്ക് നൽകിയ മറുപടി. ജാസ്മിൻ ഗബ്രിയുമായുള്ള ബോണ്ടിങ് ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരാൾ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലായിരുന്നു. മാത്രമല്ല, ജാസ്മിന്റെ മാതാപിതാക്കൾ ഹൗസിലേക്ക് വന്ന് ടെഡി ബെയർ കൊടുത്ത് പുറത്ത് അഫ്സൽ കാത്തിരിക്കുന്നുവെന്ന രീതിയിൽ സംസാരിപ്പിച്ചപ്പോഴും അഫ്സലിന് നേരെയാണ് സൈബർ ബുള്ളിംഗ് ഉണ്ടായത്. ജാസ്മിന്റെ വീട്ടുകാരും അഫ്സലും ചേർന്ന് പ്രേക്ഷകരുടെ ഇമോഷൻ വെച്ച് നാടകം കളിച്ചു എന്നൊക്കെയാണ് വിമർശനം വന്നത്. എന്നാൽ അഫ്സൽ ജാസ്മിനെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഹൗസിൽ നടന്നതെല്ലാം ജാസ്മിന്റെ പിതാവ് സ്വയതയെ പറഞ്ഞതാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.